ഹലോ ഗൈസ്, എല്ലാവർക്കും അസ്മാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് എൻ്റെ തൊടുവിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കുഴിച്ചിട്ടാണ് ചീര, അതുപോലെ പയറ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ മുളകാണ്, ഇവിടെ ഉണ്ടായതാണ്. ഇതിൽ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കരിവേപ്പിൻ്റെ ഇല ഉണ്ട്, പേരക്ക മരമുണ്ട്, മുരിങ്ങൻ്റെ മരമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പേരക്ക മരമുണ്ട്, ഒരുപാട് പേരക്ക മരമുണ്ട് ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ മരം കേട്ടോ, ഇത് കുറേ കാലമായി. പിന്നെ ഇതൊരു വാഴയാണ്, ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്നു. ഇവന്ന് ഒരു പഴത്തിൻ്റെ ഒരു കൊല കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ ഇതാണ് വാഴ. ഞാൻ എൻ്റെ ഇന്ന് കിട്ടിയിരുന്നു കേട്ടോ. ഇവിടെ വാഴ ഉണ്ട്, ഇവിടെ ഇഞ്ചി ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇഞ്ചി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി തൊഴിലൊക്കെ പണിക്കാർ വന്നിരുന്നു. പിന്നെ ഇവിടെ ചേമ്പ് താളാണ്. പിന്നെ ഒരു പേരക്കുണ്ട്, ഇത് കവുങ്ങാണ്. ഇവിടെ ഇവിടെയൊക്കെ നനച്ചെടുക്കണം. അവിടെയൊക്കെ പായൊക്കെ ഉണ്ട്. ചെമ്മീൻ, നമുക്ക് നനച്ചെടുക്കാം. പിന്നെ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, പൂച്ചെടി, പൂവ്, അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് നമുക്കിപ്പോൾ നമ്മുടെ വെച്ചെടുക്കാം. പാലിൽ അപ്പോൾ ഗൈസ് ഞാൻ എന്താ അവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ പൂക്കളും ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെടി ഉണ്ട്. എൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊക്കെ നമുക്ക് നനച്ചെടുക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ നല്ല രസമാണ് വലുതായാൽ. ഇതൊക്കെ നനച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, റോസ് പൂവ്. അടിപൊളിയാണ്. ഇവിടെ റോസ് പൂ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നനച്ചെടുക്കട്ടെ. ഇവിടെയൊക്കെ നമുക്ക് നനച്ചെടുക്കട്ടെ. ഇവിടെ മുല്ലൻ്റെ മരമുണ്ട്, ഉണ്ടാകുന്നുണ്ട്. മുല്ലൻ്റെ സീസണിൽ അവിടെ പൈപ്പ് കുടിഞ്ഞത് ഒരു ഇവിടെ വെള്ളം പോകുന്നു. അപ്പോൾ ഇതൊക്കെ മുല്ലൻ്റെ മരമായിരുന്നു. മുല്ലൻ്റെ സീസണിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അവിടെ വെള്ളം ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചെടുക്കണ്ട. പണ്ട് ഒരു കുരുമുളകിൻ്റെ മരമുണ്ട്, അവിടെ ഉണ്ട് വേറെ വലുത്. പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ 10 മണിയുണ്ട്, റോസ് പൂവുണ്ട്. ഈ വെള്ളച്ചെടി ഒരുപാടുണ്ട് കേട്ടോ, അവിടെ വെച്ചിട്ടുണ്ട്.
ഇവിടെ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ചുവപ്പ് ചെടി, ചെടിൻ്റെ പേരെന്തൊക്കെ അറിയില്ല. പിന്നെ ഇവിടെ ഒരു വയലറ്റ്, ഇവിടെ വന്നിട്ട് അവിടെയൊക്കെ വയലറ്റ് ചെടികളാട്ടോ ഇവിടെയൊക്കെ. ഇത് പിന്നെ തിന്നാൻ പറ്റുന്നൊക്കെ പറയുന്നത് ഇത് റോസ് ഇതൊക്കെ ഉണ്ട്. അത് സ്ഥലമുണ്ട്. പിന്നെ മല്ലിക ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ആ വെള്ളച്ചെടി. പിന്നെ അവിടെ ചുവപ്പ് ചെടി, ഇതിൻ്റെ പേരെന്തൊക്കെ അറിയില്ല. പിന്നെ ഇവിടെ കൃഷി ചെയ്തതായിരുന്നു, കുമ്പളങ്ങ നട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ വൈലറ്റ് ചെടി അവിടുത്തെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വലുതായ നല്ല രസമുണ്ടാവും. ഇതൊക്കെ വാടിയിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ഇതൊക്കെ നനച്ചു കൊടുക്കാം കേട്ടോ. കുറേ ചെടികളുണ്ട്. പിന്നെ അവിടെ തക്കാളി, അവിടെ വെണ്ടക്ക, ഇവിടെ വെണ്ടക്ക തക്കാളി അങ്ങനത്തെ ഉമ്മാൻ്റെ കൃഷികളുണ്ട് കേട്ടോ. ഇവിടെ ഉമ്മാൻ്റെ കൃഷികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി വലുതായ നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. കൂടുതലുള്ള ചെടി അതേപോലെ തന്നെ പച്ചക്കറി ഇതാണ് ഇതൊക്കെ. പിന്നെ ഉപ്പാൻ്റെ വെറ്റിലുണ്ട് കേട്ടോ അവിടെ വലുത്. ഇതാ ഇതൊക്കെ ഉപ്പാൻ്റെ വെറ്റിലാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇവിടെ ഒരു പേരക്കമരം ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ തൊടിയിലും ചുറ്റുഭാഗത്തൊക്കെ ഉള്ള ചെടികളും പച്ചക്കറികളൊക്കെ. അപ്പോൾ എന്താണ് ഇത്ര വലിയ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.